വെൽക്കം ബാക്ക് ടു ടീച്ച് കേരള. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ബൈനോമിയൽ തിയറം എന്നുള്ള ചാപ്റ്ററുമായിട്ട് ടീച്ച് കേരളയുടെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിത് ആദ്യം ബൈനോമിയൽ തിയറത്തിന്റെ NCERT-യിലെ കറണ്ട് ആയിട്ടുള്ള സിലബസ് മൊത്തം കവർ ചെയ്യുന്നു. അതിനുശേഷം IIT JEE-യുടെ ബൈനോമിയൽ തിയറത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് പറയണ്ടല്ലോ. എൻ്റെ പേര് ജെഫ്, ഞാൻ BTech ഫ്രം NIT റൗർക്കല. കറന്റ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ MBA ചെയ്യുവാണ്. MBA ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കധികം സമയം കിട്ടാൻ ക്ലാസ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും പഠിപ്പിച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിടക്കാലോ. ബൈനോമിയൽ തിയറത്തിലേക്ക് കടക്കാം. ബൈനോമിയൽ തിയറം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഐഡന്റിറ്റി ഒക്കെ അറിയാലോ. x+y ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x² + 2xy + y² എന്ന് എല്ലാവർക്കും അറിയാലോ. ഈ x+y ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു x³ + 3x² plus 3xy² plus y³ എന്നൊക്കെ എല്ലാവർക്കും എഴുതാൻ അറിയാലോ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ടേമുകൾ ബേസിലുള്ള ഇങ്ങനത്തെ പവർ വരുന്ന ടേംസിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഈ x+y ദ ഹോൾ സ്ക്വയർ, x+y ദ ഹോൾ ക്യൂബ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. x+y ദ ഹോൾ പവർ 4 മുതലൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം ബ്ലേസ് പാസ്കൽ കണ്ടുപിടിച്ചൊരു ടെർമിനോളജിയാണ് അല്ലെങ്കിൽ ഒരു തിയറമാണ് ഈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വലിയ ടേമുകൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് മാത്രം ഇപ്പൊ ഓർത്താൽ മതി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ടേംസ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ x+y ദ ഹോൾ സ്ക്വയറിൽ ഇതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇതിന്റെ പവർ എന്ന് പറയുന്നത് 2 അല്ലെ. ഈ x+y ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? x² + 2xy + y² എന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേം ഉണ്ട്. അതായത് പവർ 2 ആയിരുന്നപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 3 വന്നു. ഈ ഒരു ഒബ്സർവേഷൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ x+y ദ ഹോൾ ക്യൂബ് വരുമ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 ടേംസ് വന്നു. ഇതേ കണക്ക് തന്നെ x+y ദ ഹോൾ പവർ 4 വരുമ്പോൾ എത്ര വരും? ഓട്ടോമാറ്റിക്കലി 5 ടേംസ് വരുന്നതായിട്ട് നമുക്ക് കാണും. ഇതൊക്കെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ആണ് ബൈനോമിയൽ തിയറത്തിൽ. ഇത്രയും കാര്യം പിടിയിട്ടെങ്കിൽ നമുക്ക് ഇനി ഒരു കാര്യത്തിലേക്ക് കിടക്കാം. അതിന്റെ പേരാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് യൂസ് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ കോഎഫിഷ്യന്റ് എന്താണെന്ന് അറിയാലോ. ഇപ്പൊ 2x എന്ന് എഴുതി കഴിഞ്ഞാൽ എക്സിന്റെ കൂടെ നിൽക്കുന്ന സാധനമാണ് കോഎഫിഷ്യന്റ് എന്ന് എഴുതാലോ. അതായത് 2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോഎഫിഷ്യന്റ്. ഇപ്പം 3x² എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 3 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ ഇവിടുത്തെ ടേംസ് നോക്ക്. ഇവിടെ x²ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, xy-യുടെ കോഎഫിഷ്യന്റ് 2 ആണ്, y²ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, x³ കോഎഫിഷ്യന്റ് 1 ആണ്, x²y-യുടെ കോഎഫിഷ്യന്റ് 3 ആണ്, xy²ന്റെ 3 ആണ്. അങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ കോഎഫിഷ്യന്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പക്ഷെ ഈ x+y ദ ഹോൾ പവർ 4 വരുമ്പോൾ നമ്മൾ കോഎഫിഷ്യന്റ് എങ്ങനെ എഴുതും എന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടല്ലേ. അതെ, അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് പാസ്കൽ കണ്ടുപിടിച്ചൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇൻഡെക്സും അതിന്റെ കോഎഫിഷ്യൻസും എന്നുള്ളൊരു ഇത് ആദ്യമായിട്ട് എഴുതാം. ഇൻഡെക്സ് 0 വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് എന്തോന്ന് വരും? 1 എന്ന് വരും. കാരണം എന്താ? എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. 2⁻0 1 ആണ്, 100⁻0 1 ആണ്, x⁻0 1 ആണ്, എല്ലാം 1 ആണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇൻഡെക്സ് 1 വന്നു കഴിഞ്ഞാൽ എക്സാമ്പിൾ x+y എന്ന് പറഞ്ഞാൽ x+y ഹോൾ പവർ 1 ആണ് അല്ലെ. അപ്പൊ ഇൻഡെക്സ് 1 വന്നു കഴിഞ്ഞാൽ കോഎഫിഷ്യൻസ് എന്തൊക്കെ വരും? x+y ഹോൾ പവർ 1 എന്ന് പറയുന്നത് x+y തന്നെയാണ്. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് 1 എന്ന് വരും, y-യുടെയും കോഎഫിഷ്യന്റ് 1 എന്ന് നമുക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ആ ഇൻഡെക്സ് x+y ഹോൾ സ്ക്വയർ വരുമ്പോൾ അതിന്റെ ഇൻഡെക്സ് എന്താണ്? ഇൻഡെക്സ് എന്ന് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് 2 ആണല്ലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x² + 2xy + y². x²ന്റെ കോഎഫിഷ്യന്റ് 1 അല്ലെ, 2xy-യുടെ കോഎഫിഷ്യന്റ് 2 അല്ലെ. അതോടൊപ്പം തന്നെ 2xy-യുടെ കോഎഫിഷ്യന്റ് നമുക്ക് ഇവിടോട്ട് എഴുതാം അല്ലെ, 2. അതോടൊപ്പം തന്നെ y²ന്റെ കോഎഫിഷ്യന്റ് 1 എന്ന് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ x+y ദ ഹോൾ ക്യൂബ് വരുമ്പോൾ കോഎഫിഷ്യന്റ് എന്താണ്? 1 3 3 1 അല്ലെ. അതിന് ഞാനൊരു പാറ്റേണിൽ ഇവിടെ എഴുതുവാണേ. 1 3 3 1. ഇതാണ് x+y ദ ഹോൾ ക്യൂബിന്. ഇതേ കണക്ക് തന്നെ x+y ദ ഹോൾ പവർ 4നെ ഞാൻ ആദ്യം ഒന്ന് എഴുതുകയാണ്. എഴുതിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. 1 4
6 4 1 എന്ന് ഞാൻ എഴുതും. എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഇപ്പൊ ഇതൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കുറെ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന കാണാം അല്ലെ? ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന കാണാം, ഇവിടെ ഇങ്ങനെ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്ന കാണാം. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? ഈ രണ്ട് നമ്പറിന്റെയും സം ഇവിടെ വരുന്നുണ്ട്, ഈ രണ്ട് നമ്പറിന്റെയും സം ഇവിടെ വരുന്നുണ്ട്, ഈ രണ്ട് നമ്പറിന്റെയും സം ഇവിടെ വരുന്നുണ്ട്, ഈ രണ്ട് നമ്പറിന്റെയും സം ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ x പ്ലസ് വൈ ഹോൾ പവർ 4ന്റെ കോഎഫിഷ്യൻസ് എഴുതണമെങ്കിൽ ഈ ട്രയാങ്കിളിൽ നിന്ന് ഡയറക്ട്ലി അങ്ങ് എഴുതാമെന്നുള്ളൊരു ഒബ്സർവേഷൻ പാസ്കൽ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് x പ്ലസ് വൈ ഹോൾ പവർ 5 എഴുതണമെങ്കിൽ എന്ത് എഴുതും? ആദ്യം 1 എഴുതും, പിന്നെ ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് ഇവിടെ എഴുതും 5, ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് ഇവിടെ എഴുതും 10, ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് ഇവിടെ എഴുതും 10, ഈ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് ഇവിടെ എഴുതും 5, അത് എനിക്ക് 1. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് x പ്ലസ് വൈ ഹോൾ പവർ 5ന്റെ കോഎഫിഷ്യൻസ് എഴുതാൻ പറ്റും. ഇത്രയും കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, ഇത്രയും കാര്യം ഇതിനെയാണ് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ കോഎഫിഷ്യൻസ് ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പൊ ഈ കോഎഫിഷ്യൻസ് ഇങ്ങനെ എഴുതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ കോഎഫിഷ്യൻസ് ട്രയാങ്കിൾ എഴുതുന്നത് എളുപ്പമാണോ? അല്ലല്ലോ. ഇപ്പൊ 6 10th പോകുമ്പോൾ ഇത്രയും ട്രയാങ്കിൾ എഴുതിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ല അല്ലെ? അപ്പൊ അതിന്റെ എളുപ്പത്തിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് പാസ്കൽ ഒരു ഒബ്സർവേഷനും കൂടെ നടത്തി. ഈ 1 എന്ന് പറയുന്നതിനെ ഈ 0C0 എന്ന് എഴുതാമല്ലോ. NC0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. എല്ലാവർക്കും അറിയാലോ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചതാണ്. NC0 എന്ന് പറയുന്ന 1 ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇത് ഈ 1നെ 1C0 എന്ന് എഴുതാം, ഈ 1നെ 1C1 എന്ന് എഴുതാം, ഇതിനെ 2C0 എന്ന് എഴുതാം, ഇതിനെ 2C1 എന്ന് എഴുതാം, ഇതിനെ 2C2 എന്ന് എഴുതാം, ഇതിനെ 3C0 എന്ന് എഴുതാം, 3C1 എന്ന് എഴുതാം, 3C2 എന്ന് എഴുതാം, 3C3 എന്ന് എഴുതാം, ഇതിനെ 4C0, 4C1, 4C2, 4C3, 4C4 എന്ന് എഴുതാം, ഇതിനെ 5C0, 5C1, 5C2, 5C3, 5C4, 5C5 എന്ന് എഴുതാം. ഇങ്ങനെ ഒരു പാറ്റേൺ വരുന്നുണ്ട്. അതായത് ഈ ഇൻഡെക്സ് ആയിട്ടുള്ള നമ്പർ ആയിട്ടുള്ള C0 ആണ് ഇവിടുത്തെ ആദ്യത്തെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഇപ്പം പാസ്കൽസ് ട്രയാങ്കിൾ, ഇപ്പൊ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഈ x പ്ലസ് വൈ ഹോൾ പവർ 0യുടെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് എഴുതും? ഈ ഇൻഡെക്സ് എഴുതുക, അതിന്റെ C0 എന്ന് മാത്രം എഴുതുക. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടേമേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ എഴുതുക. ഈ x പ്ലസ് വൈ ഹോൾ പവർ 1ന് എന്ത് വരും? 2 ടേം വരും. അത് ഏതൊക്കെയായിരിക്കും? ഈ നമ്പർ ഇൻഡെക്സ് 1C0യും വരും, അതിന്റെ അടുത്ത നമ്പർ 1C1 ആയിരിക്കും അടുത്ത നമ്പർ. ഇപ്പൊ x പ്ലസ് വൈ ഹോൾ പവർ 2ന്റെ കോഎഫിഷ്യന്റ് എഴുതാൻ പറഞ്ഞാൽ 2 ആയതുകൊണ്ട് ആദ്യം നമ്മൾ 2C0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം 1 വരുന്നത്. അടുത്തത് 2C1 അടുത്തത് വരും, അടുത്തത് 2C2 വരും. ഇപ്പൊ x പ്ലസ് വൈ ഹോൾ പവർ 3യുടെ ആരെങ്കിലും എഴുതാൻ പറഞ്ഞാൽ ഈ ഇൻഡെക്സ് ആയിട്ടുള്ള 3 എടുക്കും, 3C0, 3C1, 3C2, 3C3യും ആയിരിക്കും ഇതിന്റെ കോഎഫിഷ്യന്റ്. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കോഎഫിഷ്യന്റ് എഴുതാമെന്ന് ഇതേ ഈ പാസ്കൽ ട്രയാങ്കിൾസ് വരച്ച് ആഡ് ചെയ്ത് എഴുതുന്നതിനെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാമെന്ന് നമ്മുടെ പാസ്കൽ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ പാസ്കൽ ട്രയാങ്കിൾസ് എഴുതുന്നത്. ഇപ്പൊ ആരെങ്കിലും അന്നേരം നിങ്ങൾ a+b ഹോൾ പവർ 7ന്റെ കോഎഫിഷ്യൻസ് മാത്രം, ടേംസ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, കോഎഫിഷ്യൻസ് മാത്രം എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 7C0 ആയിരിക്കണം ആദ്യത്തെ, 7C1, 7C2, 7C3, 7C4, 7C5, 7C6, 7C7 വരെ. ഇവിടെ 7 ഇൻഡെക്സ് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 8 ടേംസ് വരും. 7C7 വരെ ആയിരിക്കും അതിന്റെ കോഎഫിഷ്യന്റ് എന്നുള്ള മനോഹരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പാസ്കൽ കണ്ടുപിടിച്ചു. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആണ്. കൺഫ്യൂഷൻ ആണെങ്കിൽ പേടിക്കേണ്ട. ഇനി അങ്ങോട്ട് വരും തോറും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈസി ആയിട്ട് ഈ കാര്യം കുറച്ചും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കും. ഓക്കെ, അപ്പോ പാസ്കൽ ട്രയാങ്കിൾസ് വെച്ചിട്ട് ഇത്രയും കാര്യം ചെയ്യാനായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്നാൽ നമുക്കിനി NCERTയിൽ അടുത്ത കോൺസെപ്റ്റ് ആയിട്ട് എന്തുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അന്നേരം ഇതിന്റെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, വേണ്ടവർക്ക് NCERTയിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പോ ഇൻ ജനറൽ നമുക്ക് എന്ത് എഴുതാം? ഇഫ് someone asks you to expand x plus y whole power n, നിങ്ങൾ കോഎഫിഷ്യൻസ് എങ്ങനെ എഴുതും? NC0, NC1, NC2, NC3 എക്സെട്ര അപ് ടു NCn ആയിരിക്കണം അതിന്റെ കോഎഫിഷ്യന്റ്. ഇത്രയും കാര്യം അറിയാലോ. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കാം, ഈ x പ്ലസ് വൈ ഹോൾ സ്ക്വയറിന്റെ പവറുകൾ എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ ടേം റേസ് ടു ദ ഹയസ്റ്റ് നമ്പർ, പിന്നെ എന്താ കിട്ടുന്നത്? ആദ്യത്തെ നമ്പർ റേസ് ടു ദ നമ്പർ ഓവർ ഹിയർ -1,
പിന്നെ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ ടേം ഇവിടെ പ്രസന്റ് ആകുന്നു, മൂന്നാമത്തെ ടേം കൂടി വരുന്നു. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഒന്ന് ശ്രമിക്കുകയാണ്. ഈ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ വരുമ്പോൾ എപ്പോഴും ഓർക്കുക, ആദ്യത്തെ ടേമിന് ഫസ്റ്റ് ടേമിനെ എഴുതുക ഈ ഹയസ്റ്റ് പവർ അങ്ങ് എഴുതുക, രണ്ടാമത്തെ ടേമിനെ എഴുതുക അതിനെ സീറോ റേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വൈ റേസ്റ്റ് 0 1 ആയതുകൊണ്ട് ഇവിടെ എക്സ് സ്ക്വയർ മാത്രം വരും. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ടേമിനെ എഴുതാനായിട്ട് ഇനി ആദ്യത്തെ ടേമിന്റെ പവർ 1 വെച്ച് കുറയ്ക്കുക, രണ്ടാമത്തെ ടേമിന്റെ പവർ 1 വെച്ച് കൂട്ടുക. അതായത് എക്സ് സ്ക്വയറിന്റെ പവർ 1 കുറച്ചു കഴിഞ്ഞാൽ എക്സ് റേസ്റ്റ് 1 ആകും, വൈ റേസ്റ്റ് 0യുടെ പവർ 1 കൂട്ടിക്കഴിഞ്ഞാൽ വൈ റേസ്റ്റ് 1 ആകും. പ്ലസ് അടുത്തത് ഇതിനെ വീണ്ടും ഫസ്റ്റ് ടേമിൻ്റെത് കുറയ്ക്കുക, 1 ബിക്കം 0, സെക്കൻഡ് ടേമിൻ്റെത് കൂട്ടുക, 1 ബിക്കം 2, സോ ഇറ്റ് ബിക്കം എക്സ് വൈ സ്ക്വയർ. അതായത് ഇതെന്താണ്? ഇതറിയാം, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. എക്സ് റേസ് ടു 0 1 ആയതുകൊണ്ട് വൈ സ്ക്വയർ വരും. ഇനി നമുക്ക് കോഎഫിഷ്യൻസ് ആണ് കൊടുക്കേണ്ടത്. കോഎഫിഷ്യൻസ് എങ്ങനെ കൊടുക്കാം? ഇതിന്റെ കോഎഫിഷ്യൻസ് എന്താണ്? NC0, അതായത് 2C0. ഇവിടുത്തെ എന്തെന്ന് വരും? 2C1. ഇവിടുത്തെ എന്തെന്ന് വരും? 2C2. 2C0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ദിസ് വിൽ ജസ്റ്റ് റിമെയിൻ എക്സ് സ്ക്വയർ. 2C1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ ദാറ്റ് വിൽ ബിക്കം 2xy plus 2C2 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. So that will become y square. That is how you expand x plus y whole square using the binomial theorem. കാര്യം പിടികിട്ടിയല്ലോ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ ഇതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ ക്യൂബിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോഎഫിഷ്യൻസ് എങ്ങനെ എഴുതാം? NC0 3C0 3C1 3C2 3C3 അല്ലെ? എല്ലാത്തിനും പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ടേമിന്റെ ഹയസ്റ്റ് പവർ റേസ് ടു 3, സെക്കൻഡ് ടേമിന്റെ 0. അടുത്തത് വീണ്ടും കുറച്ച് കൊണ്ടുവരിക. എക്സ് ക്യൂബ് വിൽ ബിക്കം എക്സ് സ്ക്വയർ, വൈ റേസ് ടു 0 വിൽ ബിക്കം വൈ റേസ് ടു 1, എക്സ് സ്ക്വയർ വിൽ ബിക്കം എക്സ്, വൈ റേസ് ടു 1 വിൽ ബിക്കം വൈ സ്ക്വയർ, എക്സ് വിൽ ബിക്കം എക്സ് റേസ് ടു 0, വൈ സ്ക്വയർ വിൽ ബിക്കം വൈ ക്യൂബ്. സോ ദിസ് വിൽ ബിക്കം 3C0 എന്ന് പറയുന്നത് 1 ആണ്. So this will become x cube, y raised to 0 is x cube itself. Plus 3C1 എന്ന് പറയുന്നത് 3 ആണ്, എക്സ് സ്ക്വയർ വൈ എന്ന് വരും. പ്ലസ് 3C2 എന്ന് പറയുന്നത് 3 ആണ്, എക്സ് വൈ സ്ക്വയർ എന്ന് വരും. പ്ലസ് 3C3 എന്ന് പറയുന്നത് 1 ആണ്, എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്, വൈ ക്യൂബ് എന്ന് വരും. സോ ദിസ് ഫൈനൽ ആൻസർ വിൽ ബി എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്ന ഒരു ലോജിക്കിലേക്ക് മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായല്ലോ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഏതൊരു പവറിനെയും നമുക്ക് ഇങ്ങനെ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാമെന്ന്? വളരെ സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കാണാം. ഇഫ് എക്സ് പ്ലസ് വൈ ഹോൾ പവർ 5നെ എങ്ങനെ എഴുതും? നമ്മള് 5C0 എഴുതും, 5C1 എഴുതും, 5C2 എഴുതും, 5C3 എഴുതും, 5C4 എഴുതും, 5C5 എഴുതും. പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് ഇട്ട് കൊടുക്കുക അല്ലെ? പിന്നെ എക്സ് റേസ് ടു ഹയസ്റ്റ് പവർ വൈ റേസ് ടു 0. പിന്നെ എക്സിന്റെ പവർ കുറച്ചു വരിക, വൈയുടെ പവർ കൂട്ടുക, വൈ റേസ് ടു 4 ആകും, വൈ റേസ് ടു 1, ഐ മീൻ എക്സ് റേസ് ടു 4 ആകും, വൈ റേസ് ടു 1 ആകും, എക്സ് റേസ് ടു 3 ആകും, വൈ സ്ക്വയർ ആകും, എക്സ് സ്ക്വയർ ആകും, വൈ ക്യൂബ് ആകും, എക്സ് ആകും, വൈ റേസ് ടു 4 ആകും, എക്സ് റേസ് ടു 0 ആകും, വൈ റേസ് ടു 5 ആകും. ഇത്രയല്ലേ ഉള്ള കാര്യം. സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തല്ലോ. Okay. In general, if someone asks you how to expand x plus y whole power n, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? സിഗ്മ k is equal to 0 to n nck a raised to n minus k b raised to k എന്നും എഴുതാലോ. ഇതേ കാര്യം തന്നെയല്ലേ എക്സ് പ്ലസ് വൈ. ഇപ്പൊ ഇതിനെ നമ്മൾക്ക് ഹോൾ പവർ 2 എഴുതണമെങ്കിൽ ഇതെന്താണ്? സിഗ്മ k is equal to 0 to 2 2ck a raised to 2 minus k b raised to k എന്ന് എഴുതാം. അപ്പൊ k is equal to k is equal to 0 വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2c0 a raised to 2 b raised to 0 എന്ന് വരും. പ്ലസ് സിഗ്മ എന്ന് പറയുമ്പോൾ അഡീഷൻ ആണല്ലോ വരുന്നത്. അടുത്ത വാല്യൂ നമുക്ക് എന്ത് പറയും? 2c1 a raised to 2 minus 1 b raised to 1 എന്ന് വരും. പ്ലസ് 2c2 a raised to 2 minus 2 b raised to 2 എന്ന് നമുക്ക് വരും. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഇതാണല്ലോ ജനറൽ നൊട്ടേഷൻ ഓഫ് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കാര്യം പിടിയിട്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് പറയാം. ഒബ്സർവേഷൻസ്, ആദ്യത്തെ ഒബ്സർവേഷൻസ് ഇത് തന്നെയാണ്. സിഗ്മ കെ ഇസ് ഈക്വൽ ടു 0 to n nck a raised to n minus k b raised to k എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അർത്ഥം nc0 a raised to n b raised to 0 plus nc1 a raised to, ഇത് b യുടെ വാല്യൂ കൂടുന്നു,
എയുടെ വാല്യൂ കുറയുന്നു, അതായത് n മൈനസ് വൺ വരുന്നു, ബി റേസ് ടു വൺ വരുന്നു, പ്ലസ് എൻ സി ടു എ റേസ് ടു എൻ മൈനസ് ടു ബി റേസ് ടു ടു പ്ലസ് എക്സെട്ര പ്ലസ് എൻ സി എൻ എ റേസ് ടു എൻ മൈനസ് എൻ ബി റേസ് ടു എൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ഈ കോഎഫിഷ്യൻസിനെ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് the coefficients in this are called binomial coefficients. അതായത് NC0, NC1, NC2 ഇതിനെല്ലാം വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് നമുക്കും അറിയാം എ പ്ലസ് ബി ഹോൾ പവർ എന്നിന് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ ദ ഇൻഡെക്സ് ഹിയർ, ദാറ്റ് ഇസ് n plus 1 will be the total number of terms. അതായത് if someone asks you what is the number of terms in the expansion of x plus y whole power 10, you should say that the number of terms in the expansion of x plus y whole power 10 should be 10 plus 1, which is 11 terms. ഇതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി കുറച്ച് സം സ്പെഷ്യൽ കേസസിനെ പറ്റി ചിന്തിക്കാം. സ്പെഷ്യൽ കേസസ്, നിങ്ങൾക്ക് പലയിടത്തും ഈ നെഗറ്റീവ് വരുമ്പോഴത്തേക്കും വേറൊരു ഫോർമുല ബൈഹാർട്ട് ചെയ്യാൻ പറയും, അതിന്റെ ഒരു ആവശ്യമില്ല. ഇഫ് ദിസ് ബിക്കംസ് എക്സ് മൈനസ് വൈ ഹോൾ പവർ ലെറ്റ്സ് സേ 5, ഇതിനെ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഈ മൈനസ് വൈനെ പ്ലസ് ഓഫ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതിക്കൂടെ? പ്ലസ് ഓഫ് മൈനസ് വൈ എന്ന് എല്ലാവർക്കും എഴുതാലോ, ബിക്കോസ് മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് അല്ലെ. എക്സ് മൈനസ് വൈ എക്സ് പ്ലസ് ഓഫ് മൈനസ് വൈ. ഇനി മറ്റേ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യാം. NC0 അതായത് 5C0 ഫസ്റ്റ് ടേം എക്സ് റേസ് ടു ദ ഹയസ്റ്റ് പവർ വിച്ച് ഇസ് 5 ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടേം ഇവിടെ മൈനസ് വൈ ആണ്, മൈനസ് വൈ റേസ് ടു 0 പ്ലസ് 5C1 എക്സിന്റെ പവർ കുറയുന്നു, മൈനസ് വൈ രണ്ടാമത്തെ ടേം ആയ മൈനസ് വൈയുടെ പവർ കൂടുന്നു, പ്ലസ് 5C2 എക്സിന്റെ പവർ വീണ്ടും കുറയുന്നു, മൈനസ് വൈയുടെ പവർ കൂടുന്നു, പ്ലസ് 5C3 എക്സിന്റെ പവർ വീണ്ടും കുറയുന്നു, മൈനസ് വൈയുടെ പവർ കൂടുന്നു, പ്ലസ് 5C4 എക്സിന്റെ പവർ വീണ്ടും കുറയുന്നു, മൈനസ് വൈയുടെ പവർ കൂടുന്നു, പ്ലസ് 5C4 എക്സിന്റെ പവർ വീണ്ടും കുറയുന്നു, മൈനസ് വൈയുടെ പവർ വീണ്ടും കൂടുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കാം, 5C0 എന്താണ്? 1 ആണ്. NC0 എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു എക്സ് പവർ 5 എന്നാണ്. എനി നമ്പർ റേസ് ടു 0 1 ആണ്, അതായത് എക്സ് പവർ 5 തന്നെ ആവുന്നു. പ്ലസ് 5C1 എന്ന് പറയുന്നത് 5 ആണ്, എക്സ് പവർ 4 എന്ന് പറയുന്നത് 4 ആണ്. നെഗറ്റീവ് നമ്പർ റേസ് ടു ആൻ ഓഡ് നമ്പർ എന്താണ്? ആ നെഗറ്റീവ് ഓഫ് ദാറ്റ് ടേം തന്നെയാണ്. മൈനസ് വൈ റേസ് ടു ആൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് മൈനസ് വൈ തന്നെയാണ്. സോ ഇറ്റ് വിൽ ബിക്കം മൈനസ് വൈ. സോ ഈ മൈനസ് ഇവിടെ വരുന്നു, അത് എഫക്റ്റീവ്ലി എക്സ് മൈനസ് 5 എക്സ് പവർ 4 ഇൻറ്റു വൈ എന്നാവുന്നു അല്ലെ. പ്ലസ് 5C2 എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയാലോ, 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടല്ലേ നമുക്ക് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 5C1 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5C2 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. സോ 5C2 എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. നെഗറ്റീവ് നമ്പർ റേസ് ടു ആൻ ഈവൻ നമ്പർ പോസിറ്റീവ് നമ്പർ ആകുമല്ലോ, അതായത് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലെ. പ്ലസ് 5C3 എന്ന് പറയുന്നതും 10 ആണ്. എക്സ് സ്ക്വയർ അവിടെ തന്നെ നിൽക്കുന്നു. മൈനസ് വൈ റേസ് ടു ആൻ ഓഡ് നമ്പർ മൈനസ് വൈ എന്ന് തന്നെ വരുന്നു. ആ നെഗറ്റീവ് ഇവിടെ പോകുന്നു. സോ ഇത് നെഗറ്റീവ് നമ്പർ ആകുന്നു, ഇത് പ്ലസ് ആകുന്നു. കാര്യം മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ 5C4 എന്ന് പറയുന്നത് 5C1 എന്ന് പറയുന്നത് 5 ആണ്. എക്സ് പവർ 1 ഉണ്ട്, എക്സ് ആണ്. മൈനസ് വൈ റേസ് ടു ആൻ ഈവൻ നമ്പർ എന്ന് പറയുന്ന വൈ റേസ് ടു 4 ആണ്, പ്ലസ് വൈ ആണ് അല്ലെ. സോ എപ്പോഴും നെഗറ്റീവ് നമ്പർ റേസ് ടു ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെഗറ്റീവ് നമ്പർ റേസ് ടു ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറെ ഫോർമുല ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. പ്ലസ് 5C ഇത് 5C4 അല്ല, ഇത് 5C5 അല്ലെ. 5C5 എന്ന് പറയുന്നത് 1 ആണ്. എക്സ് പവർ 0 1 ആണ്. മൈനസ് വൈ റേസ് ടു 5 നെഗറ്റീവ് നമ്പർ റേസ് ടു ഓഡ് നമ്പർ നെഗറ്റീവ് മെയിൻറ്റെയിൻ ചെയ്യും. സോ ദിസ് വിൽ ബിക്കം മൈനസ് വൈ പവർ 5. സോ ഇൻ എസെൻസ് ഇവിടെ എന്താവും? എക്സ് പവർ 5 വന്നു, ഇവിടെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. So this will become minus 5x power 4 into y plus 10x cube y square minus 10x square y minus 10x square y plus 5x y power 4 minus y power 5. ഈ നെഗറ്റീവിന്റെയും പ്ലസിന്റെയും കളി എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ നെഗറ്റീവ് പവർ വെച്ചിട്ടുള്ള കളി മാത്രമേ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ഈ കാര്യം മനസ്സിലായല്ലോ. സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത് ഇത്രയാണ്. അടുത്ത രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് പറയുന്നത്, if someone asks you what is 1 plus x whole power n, ഇതിന് എന്താന്ന് പറയുന്നത്, നമുക്ക് ആദ്യം NC0
1 raised to n x power 0 അല്ലെ പ്ലസ് nc1 1 raised to n minus 1 x power 1 plus nc2 1 raised to n minus 2 x square plus etc plus ncn 1 raised to 0 x power n എന്ന് വരും. See 1 raised to any number 1 തന്നെയാണല്ലോ, അതുകൊണ്ട് ഇതിന് വല്ല എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, അത് 1 ആണ്. nc0 into 1 into x power 0 nc0 x power 0 യും 1 ആണ്, ഇതും 1 ആണ്. So nc0 1 nc1 അങ്ങനെ തന്നെ 1 raised to any number 1 ആണ്, x power 1 x. nc2 അങ്ങനെ തന്നെ 1 raised to n minus 2 1 തന്നെ, x square അവിടെ തന്നെ, exactly the same. ncn 1 raised to 0 1 x raised to n. So in general 1 plus x whole power n നെ നമുക്ക് എന്തെന്ന് എഴുതാം? It is nc0 plus nc1 x plus nc2 x square plus അടുത്തത് എന്തായിരിക്കും? ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത nc3 x cube plus etc plus ncn x power n എന്നുള്ളൊരു ഫോർമുല കിട്ടുന്നതായിട്ട് കിട്ടും. 1 plus x whole power n നെ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ കേസിൽ ഇൻ പെർട്ടിക്കുലർ നമുക്ക് ഇപ്പോൾ ഇതൊരു ഫോർമുലയാന്ന് മനസ്സിലായി. ലെഫ്റ്റ് സൈഡിൽ എക്സ് ഉള്ള ഒരു ഫോർമുല, റൈറ്റ് സൈഡിലും എക്സ് ഉള്ള ഒരു ഫോർമുല നമുക്ക് കണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ഫോർമുലയിൽ ലെഫ്റ്റ് സൈഡിൽ എക്സിന് നമ്മൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലും എക്സിന് 1 ഇടണമല്ലോ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പുട്ട് x is equal to 1. ഇതൊരു സ്പെഷ്യൽ കേസ് മാത്രമാണ്. ഇതിന്റെ എക്സ്പാൻഷൻ ഇതാണ്. In those cases where x becomes 1, it will become 1 plus 1 whole power n is equal to nc0 plus nc1 into 1 plus nc2 into 1 square plus nc3 into 1 cube plus etc plus ncn into 1 power n. അതായത് 1 plus 1 എന്ന് പറയുന്നത് 2 ആണ്. 2 power n എന്ന് പറയുന്നത് 2c0 plus nc0 plus nc1 plus nc2 plus etc plus ncn എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, എസ്പെഷ്യലി ഫോർ ജെഇക്കൊക്കെ വളരെ ഫ്രീക്വന്റ്ലി കാണുന്നതാണ്. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ nc0 plus nc1 plus etc plus ncn എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ the answer is 2 power n. Example, if someone asks you what is 100c0 plus 100c1 plus etc plus 100c100, if someone asks you to find this, the answer should be 2 power n. n ന്റെ വാല്യൂ എത്രയാണ്? 100. 2 power 100 ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കേസും കൂടെ നോക്കാം. 1 plus x whole power n നെ നമ്മൾ കണ്ടു. 1 plus x whole power n എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് nc0 plus nc1 into x plus nc2 into x square plus etc plus ncn into x power n എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ 1 minus x whole power n വരുമ്പോൾ എന്ത് പറ്റും? നേരത്തെ ചെയ്ത പോലെ ഇതിനെ തന്നെ 1 plus of minus x whole power n എന്ന് നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇത് നമുക്ക് എന്ത് എഴുതാം? ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ nc0 into 1 raised to n into minus x raised to 0 plus nc1 into 1 raised to n minus 1 into minus x raised to 1 plus nc2 into 1 raised to n minus 2 into minus x raised to 2 plus etc plus ncn into 1 raised to 0 into minus x raised to n. ഇത്രയും കാര്യം നമുക്കറിയാമല്ലോ. 1 raised to any number 1 തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്താ ബാക്കിയുള്ളത്? nc0 into minus x raised to 0 plus nc1 into minus x plus nc2 into minus x the whole square plus nc3 into minus x the whole cube plus etc plus ncn into minus x whole power n എന്ന് എഴുതാം അല്ലെ. ഇതിനെ വീണ്ടും നമുക്കൊന്ന് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിന് എന്താ? nc0 എനി നമ്പർ റേസ് ടു 0 1 അല്ലേ. അതായത് ഇത് nc0 എന്ന് വരും. nc0 ഈ minus x raised to 1 എന്ന് പറയുന്നത് minus x ആണല്ലോ. നെഗറ്റീവ് നമ്പർ റേസ് ടു ഓഡ് പവർ ഇസ് നെഗറ്റീവ്. സോ ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ് nc1 into x അല്ലെ. പ്ലസ് ഈ മൈനസ് എക്സ് റേസ് ടു ഈവൻ നമ്പർ പോസിറ്റീവ് ആകും. സോ ഇറ്റ് വിൽ ബിക്കം എക്സ് സ്ക്വയർ. സോ ദിസ് വിൽ ബിക്കം nc2 x square. അടുത്ത ഓട്ടോമാറ്റിക്കലി മൈനസ് എക്സ് റേസ് ടു ക്യൂബ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ റേസ് ടു 3ക്ക് നമുക്ക് എന്തെന്ന് എഴുതാം? അത് നെഗറ്റീവ് നമ്പർ ആണ്. അത് nc3 x cube പ്ലസ് എക്സെട്ര. ഇൻ ജനറൽ എന്ത് വരും? ദിസ് വിൽ ബിക്കം minus 1 raised to whatever is the power into ncn into x raised to n എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതാമല്ലോ. കാരണം ആ n ന്റെ പവർ ഈവൻ ആണെങ്കിൽ ആ minus 1 raised to ഈവൻ നമ്പർ പ്ലസ് 1 ആകും.
-1 raised to odd ആണെങ്കിൽ ആ മൈനസ് അവിടെ നിൽക്കും. അതല്ലേ ഇതിൽ നിന്ന് നമുക്ക് ഇൻ ജനറൽ എഴുതാൻ പറ്റുന്നത്. What did we conclude? We concluded that 1 minus x whole power n can be written as nc0 minus nc1x plus nc2x square plus etc plus minus 1 raised to n ncn x raised to n എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സോ ഇവിടെയും if we put just like special case ആണ്, if we put x is equal to 1 over here, this will become 1 minus 1 whole power n is equal to nc0 minus nc1 into 1 plus nc2 into 1 square plus etc plus minus 1 raised to n ncn into 1 raised to n. So this will become 1 minus 1 0 ആണ്. So 0 is equal to nc0 ഇത് പ്ലസ് അല്ലല്ലോ, മൈനസ് nc1 പ്ലസ് nc2 അല്ലെ minus nc3 plus etc plus minus 1 raised to n ncn എന്ന് എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. So this is also a very important formula. So if someone asks you what is nc0 minus nc1 plus nc2 minus nc3 plus etc minus 1 raised to n ncn, this answer should be 0. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇത്രയാണ് തിയറി. തിയറിയിൽ ഇതുവരെ കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും ബേസിക്സ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഓരോ ചോദ്യം ചെയ്യുമ്പോഴും വീണ്ടും 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 ഇത് ചെയ്ത് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആകും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1ൽ നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 3/x ഹോൾ പവർ 4 ആണ്. ഇവിടെ ഇൻഡെക്സ് എന്താണ്? 4 ആണ്. ഫസ്റ്റ് ടേം എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സെക്കൻഡ് ടേം എന്താണ്? 3/x ആണ് അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്യാമല്ലോ. ആദ്യം nc0, അതായത് n എന്ന് പറയുന്നത് 4 ആണ്. 4c0 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു ദ ഹയസ്റ്റ് പവർ ദാറ്റ് ഇസ് 4 ഇൻടു സെക്കൻഡ് ടേം ദാറ്റ് ഇസ് 3x റേസ് ടു 0. ഇങ്ങനെയല്ലേ നമുക്ക് എഴുതണ്ടേ? വാട്ട് എവർ ബി ദ ടേം പുട്ട് ദാറ്റ് ഫസ്റ്റ് ടേം റേസ് ഇറ്റ് ടു ദ പവർ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ. പ്ലസ് അടുത്ത എന്താ? 4c0 4c1 ആകും. ഈ പവർ കുറയുന്നു. സെക്കൻഡ് ടേം എക്സ് സ്ക്വയറിന്റെ പവർ 4 ബിക്കംസ് 3. സെക്കൻഡ് ടേം ആയിട്ടുള്ള 3/xന്റെ പവർ 0 ബിക്കംസ് 1 പ്ലസ് 4c2 എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻടു 3/x ദ ഹോൾ സ്ക്വയർ പ്ലസ് 4c3 എക്സ് സ്ക്വയർ ദ raised to 1 into 3/x the whole cube plus 4c4 x സ്ക്വയറിന്റെ പവർ raised to 0 3/x whole power 4. ഇങ്ങനെയല്ലേ എത്തുന്നത്? ഫൈനൽ പവർ വരെ എത്തുന്നു. ഇങ്ങനെയല്ലേ എഴുതുന്നത്? എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ ചെയ്തതെന്ന്? വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം നമ്മൾ ഇൻഡെക്സ് എടുക്കുന്നു 0 c0 that will be the coefficient, then ഫസ്റ്റ് ടേം എടുക്കുന്നു raised to the highest power, സെക്കൻഡ് ടേം എടുക്കുന്നു ലോവസ്റ്റ് പവർ. പിന്നെ ഓരോ ടേമിലും ആദ്യത്തെ ടേമിന്റെ പവർ കുറയുന്നു, രണ്ടാമത്തെ ടേമിന്റെ പവർ കൂടുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ 4c0 എത്രയാണ്? 1. എക്സ് സ്ക്വയർ ഹോൾ പവർ 4 നമുക്കറിയാം. എ റേസ് ടു എൻ ഹോൾ റേസ് ടു എം എന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എൻ ഇൻറ്റു എം അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഹോൾ പവർ 4 എന്താണ്? എക്സ് റേസ് ടു 2 ഇൻറ്റു 4 ദാറ്റ് ഇസ് എക്സ് റേസ് ടു 8 റൈറ്റ്. 4c0 1 ആണ്. സോ ദിസ് വിൽ ബിക്കം എക്സ് റേസ് ടു 8 ഇൻറ്റു എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ 3/x റേസ് ടു 0യെ നമ്മൾ 1 എന്ന് എഴുതുന്നു. പ്ലസ് ഇവിടെ എന്താണ് നമുക്കുള്ളത്? 4c1 ആണ്. 4c1 എന്ന് പറയുന്നത് 4 ആണ്. എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എക്സ് പവർ 6 ആണ്. ഇൻറ്റു 3/x റേസ് ടു 1 3/x എന്ന് വരുന്നു. പ്ലസ് 4c2 എന്ന് പറയുന്നത് എന്താണ്? 4c2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 അല്ലേ? 6 ആണ്. ഇൻറ്റു എക്സ് സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിനെ അല്ല 4c2 എന്ന് പറയുന്നത് 6 ആണ്. എക്സ് സ്ക്വയർ ഹോൾ പവർ 2 എന്ന് പറയുന്നത് എക്സ് പവർ 4 ആകുന്നു. 3/x ഹോൾ സ്ക്വയറിനെ 3 സ്ക്വയർ എന്ന് പറയുന്ന 9 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന എക്സ് സ്ക്വയർ എന്ന് വരുന്നു. പ്ലസ് 4c3 എന്ന് പറയുന്ന 4 ആണ്. എക്സ് സ്ക്വയർ ഹോൾ റേസ് ടു 1 എന്ന് പറയുന്ന എക്സ് സ്ക്വയർ എന്ന് വരുന്നു. 3/x ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് തന്നെ വരുന്നു. പ്ലസ് 4c4 എന്ന് പറയുന്ന 1 ആണ്. എക്സ് സ്ക്വയർ റേസ് ടു 0 1 ആണ്. 3/x ഹോൾ പവർ 4 എന്ന് പറയുന്നത് 3 റേസ് ടു 4 എന്ന് പറയുന്നത് 81 ഡിവൈഡഡ് ബൈ എക്സ് പവർ 4 എന്ന് വരുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെട്ടിക്കളയാലോ. ഇത് എക്സ് പവർ 5 ആകുന്നു. ഇതിനെയും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ആകുന്നു. ഇതിനെ വെട്ടിക്കളഞ്ഞ ഇവിടെ എക്സ് മാത്രം ബാക്കി വരുന്നു അല്ലെ. 27/x എന്ന് പറയുന്നു. ഇത് എക്സ് പവർ 4. സോ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് മാറ്റി എഴുതിയ ഇത് എക്സ് പവർ 8 ഉണ്ട്. പ്ലസ് 4 ഇൻറ്റു 3 ഉണ്ട്. 12 എക്സ് പവർ 5 ഉണ്ട് അല്ലെ.
പ്ലസ് 6 9s are 54 ഉണ്ട്, 64x² ഉണ്ട്. ഇനി ഇതിനെ 27 into 4 എന്ന് പറയുന്ന 108 ആയില്ലേ, ഡിവൈഡഡ് ബൈ എക്സ് വന്നു, പ്ലസ് 81/x⁴ എന്നുള്ള രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ് ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 2ലേക്ക് കിടക്കാം. എക്സാമ്പിൾ 2 ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്, വളരെ സിമ്പിൾ ആണ്. കമ്പ്യൂട്ട് 98 ഹോൾ പവർ 5. 98 ഹോൾ പവർ 5നെ ബൈനോമിയൽ തിയറം വെച്ച് എഴുതാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് ബൈനോമിയൽ തിയറം വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ 100 - 2 ഹോൾ പവർ 5 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 100 - 2 ഹോൾ പവർ 5 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് ടേം എന്താണ്? 100 ആണ്. സോ ദിസ് ഷുഡ് ബിക്കം 5c0 100⁵ ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്ന -2 ആണ് അല്ലെ, ബിക്കോസ് ഇതിനെ 100 പ്ലസ് ഓഫ് -2 എന്ന് എഴുതിയിട്ട് ചെയ്യുന്നതാണ് എളുപ്പം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറെ ഫോർമുല പഠിക്കുന്നതിന് പകരം അല്ലെ. സോ 5c0 100⁵ ഇൻറ്റു -2 എന്ന് നമുക്ക് എഴുതാം അല്ലെ, -2�0 പ്ലസ് 5c1 ഇൻറ്റു 100ന്റെ പവർ നമ്മൾ കുറയുന്നു, അത് 4 ആകുന്നു, -2�1 വരുന്നു, പ്ലസ് 5c2 100ന്റെ പവർ നമുക്ക് വീണ്ടും കൂടുന്നു, ⁻³ വരുന്നു, -2�2 വരുന്നു, പ്ലസ് 5c3 100ന്റെ പവർ വീണ്ടും കുറയുന്നു, സോ ഇറ്റ് വിൽ ബിക്കം 2, -2ന്റെ പവർ കൂടുന്നു 3, പ്ലസ് 5c4 100ന്റെ പവർ കുറയുന്നു, -2�4, പ്ലസ് 5c5 100ന്റെ പവർ കുറയുന്നു, -2⁵. ഇങ്ങനെ നമുക്ക് എഴുതാലോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നമ്പർ കണ്ടുപിടിച്ച 5c0 1 ആണ്, 100⁵ ഇൻറ്റു എനി നമ്പർ ⁻0 എന്ന് പറയുന്ന 1 ആണ്, പ്ലസ് 5c1 is 5 ഇൻറ്റു 100⁴ എന്ന് പറയുന്ന എഴുതും, -2�1 എന്ന് പറയുന്ന -2 തന്നെയാണ്, പ്ലസ് 5c2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്, ഇൻറ്റു 100³ വരുന്നു, -2² എന്ന് പറയുന്നത് +4 ആണ്, പ്ലസ് 5c3 എന്ന് പറയുന്നത് എന്താണ്? വീണ്ടും 10 ആണ്, ഇൻറ്റു 100² വരുന്നുണ്ട്, ഇൻറ്റു -2³ -8 ആണ്, പ്ലസ് 5c4 5 ഇൻറ്റു 100⁻1 ഉണ്ട്, -2�8 എന്ന് 4 എന്ന് പറയുന്നത് 16 ആണ്. ഈ നെഗറ്റീവ് നമ്പർ ഈവൻ പവർ പോസിറ്റീവ് ആകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, പ്ലസ് 1 ഉണ്ട്, -2⁵നെ -32, ബിക്കോസ് നെഗറ്റീവ് നമ്പർ ഓഡ് പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പറയും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതാനായിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആൻസർ ആയിട്ടുള്ള 9039207968 എന്നുള്ള മനോഹരമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ എക്സാമ്പിൾ 1ഉം 2ഉം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് എക്സാമ്പിൾ 3 4ഉം എല്ലാ എക്സസൈസ് ക്വസ്റ്റ്യൻസും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ മീറ്റ് അഗൈൻ. നമുക്ക് വീണ്ടും റെഗുലർ ആയിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ.